ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ റെസിപ്പി നല്ല രുചിയുള്ള കിണ്ണത്തപ്പമാണ്. ഗോതമ്പ് പൊടിയും ശർക്കരയൊക്കെ ഉപയോഗിച്ച് വളരെ സിമ്പിളായിട്ട് നമുക്ക് ഈ ഒരു കിണ്ണത്തപ്പം റെഡിയാക്കി എടുക്കാവുന്നതേ ഉള്ളൂ. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഈ ഒരു കിണ്ണത്തപ്പം എങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കുന്നതെന്ന് കണ്ടു നോക്കിയാലോ. അതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ നമ്മുടെ മധുരത്തിന് ആവശ്യത്തിന് വേണ്ട ശർക്കര ഉരുക്കിയെടുക്കണം. നമ്മളിവിടെ 1 കപ്പ് ശർക്കരയാണ് എടുത്തിട്ടുള്ളത്. 3/4 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് നമുക്ക് ഈ ശർക്കരയൊന്ന് ഉരുക്കിയെടുക്കണം. ശർക്കര നമ്മുടെ മധുരത്തിനനുസരിച്ച് കൂട്ടിയും കുറച്ചും ഒക്കെ എടുക്കാവുന്നതാണ്. ശർക്കര ഒരു നൂൽ പരുവം ആകേണ്ട ആവശ്യമില്ല, ജസ്റ്റ് മെൽറ്റായി വന്നാൽ മാത്രം മതിയാകും. ശർക്കര ഇവിടെ ഇപ്പോൾ മെൽറ്റായി വന്നിട്ടുണ്ട്. ഈ ശർക്കരയിൽ കല്ലും മണ്ണും ഒക്കെ ഉണ്ടാകും. അതുകൊണ്ട് നമുക്കിത് അരിച്ച് ചൂടാറുന്നതിന് വേണ്ടിയിട്ട് ഒരു സൈഡിലേക്ക് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് ആവശ്യമുള്ളത് ഗോതമ്പ് പൊടിയാണ്. 1 കപ്പ് ഗോതമ്പ് പൊടി ബൗളിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. നമ്മൾ നേരത്തെ ഉരുക്കി അരിച്ച് വെച്ചിരുന്ന ശർക്കര പാനി ഉണ്ടല്ലോ, അതൊഴിച്ചു കൊടുത്തിട്ട് നമുക്കിത് നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കണം. ഒരു വിസ്കോ ഫോർക്കോ ഉപയോഗിച്ച് ഒട്ടും കട്ടകളില്ലാതെ മിക്സ് ചെയ്തെടുക്കാം. ശർക്കര പാനിയുടെ ചൂട് ആറിയതിന് ശേഷം മാത്രമേ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാവൂ കേട്ടോ. ഇവിടെ ഇപ്പോൾ ഗോതമ്പ് പൊടിയും ശർക്കരപ്പാനിയും ഒട്ടും കട്ടകളില്ലാതെ നല്ലതുപോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിന് വേണ്ട നാളികേരപ്പാൽ ഒഴിച്ചു കൊടുത്ത് മിക്സ് ചെയ്തെടുക്കണം. നാളികേരത്തിൻ്റെ 1/4 പാലാണ് നമ്മളിവിടെ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. ആദ്യം നമുക്ക് 1/2 കപ്പ് പാൽ ഒഴിച്ചു കൊടുത്തിട്ട് മിക്സ് ചെയ്തെടുക്കാം. നമ്മളിവിടെ 3/4 കപ്പ് നാളികേരപ്പാൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നമ്മളെടുക്കുന്ന ഗോതമ്പ് പൊടി അനുസരിച്ച് പാലിൻ്റെ അളവിൽ വ്യത്യാസം വരാൻ സാധ്യതയുണ്ട്. നാളികേരപ്പാൽ ഒഴിച്ചു കൊടുത്തിട്ട് ഒട്ടും കട്ടകളില്ലാതെ മിക്സ് ചെയ്തെടുക്കണം. അഥവാ നമ്മളിത് മിക്സ് ചെയ്തതിന് ശേഷം കട്ടകളുണ്ടെങ്കിൽ മിക്സിയുടെ ജാറിലൊന്ന് അടിച്ചെടുത്താലും മതിയാകും കേട്ടോ. നമ്മുടെ ഈ ഒരു ബാറ്റർ അല്പം ലൂസായിട്ട് വേണം റെഡിയാക്കി എടുക്കേണ്ടത്. എന്നാൽ മാത്രമേ നമുക്ക് പെർഫെക്റ്റ് ആയിട്ടുള്ള കിണ്ണത്തപ്പം കിട്ടുകയുള്ളൂ. ഇവിടെ ഇപ്പോൾ നാളികേരപ്പാൽ ഒഴിച്ചു കൊടുത്തിട്ട് ഒട്ടും കട്ടകളില്ലാതെ നല്ലതുപോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് 1/2 ടീസ്പൂൺ നല്ല ജീരകം ചേർത്ത് കൊടുക്കുന്നുണ്ട്. ജീരകത്തിൻ്റെ ഫ്ലേവർ ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതിയാകും. കൂടെ തന്നെ ഏലക്കാപ്പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ട് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. നമ്മളിവിടെ 5 ഏലക്കയാണ് പൊടിച്ച് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. നമ്മൾ ഈ ബാറ്ററിൻ്റെ പാകം അറിയുന്നതിന് വേണ്ടിയിട്ട് ഒരു സ്പൂണോ തവിയോ ഉപയോഗിച്ച് മാവൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമ്മുടെ വിരൽ ഉപയോഗിച്ച് ഇതുപോലെ ഒന്ന് വരച്ച് കഴിയുമ്പോൾ ആ വര കൃത്യമായിട്ട് നമുക്ക് കാണാൻ കഴിയും. അതാണ് നമ്മുടെ ഈ ഒരു ബാറ്ററിൻ്റെ കറക്റ്റ് പാകം. കിണ്ണത്തപ്പം റെഡിയാക്കി എടുക്കുന്നതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഈ ഒരു കേക്ക് ടിന്നാണ് എടുത്തിട്ടുള്ളത്. നമ്മൾ എടുക്കുന്ന പാത്രത്തിൽ നെയ്യോ ഓയിലോ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം വേണം ബാറ്റർ ഒഴിച്ച് കൊടുക്കേണ്ടത്. ഞാനിവിടെ നെയ്യാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. ബാറ്റർ നല്ലതുപോലെ മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ബാറ്റർ ഒഴിച്ചു കൊടുക്കുമ്പോൾ മുഴുവനും ഒരുമിച്ച് ഒഴിച്ചു കൊടുത്ത് കിണ്ണത്തപ്പം റെഡിയാക്കി എടുക്കാവുന്നതാണ്. ഞാനിവിടെ ബാറ്റർ മുഴുവനായിട്ട് ഒഴിച്ചു കൊടുക്കുന്നില്ല, 2 കിണ്ണത്തപ്പമായിട്ടാണ് റെഡിയാക്കി എടുക്കുന്നത്. ഇനി നമുക്കിത് സ്റ്റീം ചെയ്തെടുക്കണം. അതിനു വേണ്ടി ഞാനിവിടെ ഇഡ്ഡലി പാത്രമാണ് എടുത്തിട്ടുള്ളത്. ഇഡ്ഡലി പാത്രത്തിൽ വെള്ളം നല്ലതുപോലെ തിളച്ചതിന് ശേഷം ബാറ്റർ ഒഴിച്ചു കൊടുത്ത പാത്രം തട്ടിലേക്ക് ഇറക്കി വെച്ച് കൊടുക്കാം. നമ്മളിത് സ്റ്റീം ചെയ്തെടുക്കുമ്പോൾ ഇതിലേക്ക് വെള്ളം വീഴാതിരിക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു അടപ്പ് കൊണ്ട് അടച്ചതിന് ശേഷം വേണം നമ്മളിത് സ്റ്റീം ചെയ്തെടുക്കേണ്ടത്. അതിനുശേഷം ഇഡ്ഡലിപ്പാത്രം അടച്ചു വെച്ചിട്ട് നമുക്കിത് കുക്ക് ചെയ്തെടുക്കാം. ഒരു 15 തുടങ്ങി 20 മിനിറ്റ് ആകുമ്പോഴേക്കും നമുക്കിത് കുക്കായിട്ട് കിട്ടും. ഇവിടെ ഇപ്പോൾ നമ്മുടെ കിണ്ണത്തപ്പം റെഡിയായി വന്നിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ചൂടാറുന്നതിന് വേണ്ടിയിട്ട് ഒരു സൈഡിലേക്ക് മാറ്റി വയ്ക്കാം. കിണ്ണത്തപ്പം ചൂടാറിയതിന് ശേഷം പാത്രത്തിൽ നിന്ന് എളുപ്പത്തിൽ തന്നെ ഇളകി വരും. വളരെ സോഫ്റ്റും നല്ല ടേസ്റ്റിയും ആയിട്ടുള്ള കിണ്ണത്തപ്പമാണിത്. നമുക്കിത് ഇഷ്ടമുള്ള ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ ഗോതമ്പ് പൊടിയും ശർക്കരയും നാളികേരപ്പാലൊക്കെ ഉപയോഗിച്ച് എല്ലാവരും കിണ്ണത്തപ്പം ഇതുപോലെ തയ്യാറാക്കി നോക്കണം. ഉറപ്പായിട്ടും എല്ലാവർക്കും ഇഷ്ടമാകും. ഇതുപോലെ നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്